ടുഡേ വാസ് എ ഡേ ഐ ഹേറ്റ് ഇറ്റ് ആൻഡ് ഐ ലവ് ഇറ്റ്. നാഗപ്പാട് ഒരു കുഴഞ്ഞ ദിവസമായിരുന്നു. കാലത്ത് തന്നെ കമ്പനിയിൽ ട്രങ്കിങ് ചെയ്യാൻ വേണ്ടി ട്രക്ക് എടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ ട്രക്ക് കാണില്ല അവിടെ. അപ്പം തന്നെ കമ്പനിക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ കമ്പനിയിൽ നിന്ന് ആൾക്കാർ പറഞ്ഞ് മോൻ്റെ ട്രക്ക് വേറെ ആൾ കൊണ്ടുപോയി, സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പകരം വേറെ മാൻ ട്രക്ക് ഉണ്ട്, അത് എടുത്തോളാൻ പറഞ്ഞു. ഫോർ ദ പാസ്റ്റ് 5 months ആയിട്ട് എനിക്ക് മെഴ്സിഡസിൻ്റെ ട്രക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിലായിരുന്നു എൻ്റെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നത്. ഇന്ന് എനിക്ക് പുതിയ ട്രക്ക് തന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. 1-2 റീസൺ കൊണ്ട് എനിക്ക് മാൻ ട്രക്സ് വളരെ ഇഷ്ടമാണ്. അതിനൊന്നത് അതിൻ്റെ പവറാണ് അതിൻ്റെ ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ അതിൻ്റെ സൗണ്ട് സിസ്റ്റം വളരെ അടിപൊളിയാണ്. മെഴ്സിഡസിനെക്കാട്ടും കൂടുതൽ സൗണ്ട് സിസ്റ്റമാണ്. കഥ അതൊന്നുമല്ല, ഇന്നൊരു ഡെലിവറി എടുക്കാൻ പോയാണ് ഈ റൂട്ടിൽ കൂടെ. ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ റോഡ് യുകെയിലുണ്ടോയെന്ന് ഞാൻ ആലോചിക്കണം. എന്നെ കൊണ്ടെത്തിച്ചത് ഒരു ട്രെയിലറുടെ കാര്യം ഒരു ഗുദാമി കൊണ്ട് എത്തിച്ച്. തിരിക്കാനും സ്ഥലമില്ല, വളയ്ക്കാനും സ്ഥലമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണാൻ ലെഫ്റ്റ് സൈഡിലുള്ള സ്ഥലത്താണെങ്കിൽ ലൊക്കേഷൻ കാണിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് ഗൂഗിൾ മാപ്സ് ഇട്ടപ്പോൾ എന്നിട്ട് പറഞ്ഞ് നേരെ പൊക്കോടാൻ പറഞ്ഞു. അങ്ങനെയാണ് നേരത്തെ എത്തിയ സ്ഥലം, വീഡിയോയിൽ ആദ്യം കാണുന്ന സ്ഥലത്ത് എത്തിയത്. വണ്ടി തിരിച്ചവിടെ നിന്ന് പോകുന്നത്. റോഡാണ് ഒരു ഇടുങ്ങിയ റോഡാണ്, അങ്ങോട്ടും സ്ഥലമില്ല ഇങ്ങോട്ടും സ്ഥലമില്ല, ചതുപ്പിടുന്നുണ്ട് സ്ഥലത്തും. വണ്ടി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി പെട്ട് എങ്ങനെയൊക്കെയോ അവിടെ എത്തി ചെറിയ ഗ്യാപ്പ് ഇട്ടിപ്പോൾ അവിടെ തിരിച്ചു പോന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ കമ്പനി. പക്ഷെ ഞാൻ ഇത് കണ്ടുപോയി, പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇതാണ് കമ്പനിന്ന്. മാപ്പ് അനുസരിച്ച് നമ്മൾ നേരെ തന്നെ പോയി. പിന്നെ ആരൊക്കെയോ പറഞ്ഞ് ഇതേ കമ്പനി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. എങ്ങനെയൊക്കെയോ ബാഗ് കൊണ്ട് ഇവിടെ എത്തി. ചെറിയൊരു കമ്പനി ആയിരുന്നു. എനിക്ക് 2 പെല്ലറ്റ് അവിടെ നിന്ന് എടുക്കാണ്ടായിരുന്നു. പിന്നെ കമ്പനിയിൽ ട്രക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റോഡ് സൈഡിൽ ആദ്യം ഇട്ട് കുറച്ച് അപ്പുറത്ത് കാറ് വന്ന് ബ്ലോക്ക് ആയതിൻ്റെ പേരിൽ നമ്മൾ ട്രക്കിൻ്റെ പൊസിഷൻ മാറ്റി വെച്ച്. ആകെ 3 കളക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. 3 തേർഡ് പാർട്ടി കമ്പനിയിൽ നിന്ന് 18 പല്ലറ്റ് കളക്ട് ചെയ്യാനുള്ളതാണ് നമ്മുടെ ടാസ്ക്. ശരിക്കും ഞങ്ങളുടെ കമ്പനിയുടെ റോഡ് പ്രകാരം നമുക്ക് ലോഡിങ് അൺലോഡിങ് ഒന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ഇൻഷുർഡ് അല്ല. ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി കമ്പനി ചെന്നിട്ട് അവർ പറയണേ നമ്മളോട് ഡ്രൈവർ ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഡ് കയറ്റേണ്ട അവിടെ നിന്ന് പോകാമെന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ പോളിസി. അപ്പോൾ അതിനുള്ള പേയ്മെൻറ്റ് നമുക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ലോഡിങ് ചെയ്യേണ്ട, വണ്ടി സെക്യൂറും ചെയ്യേണ്ട, ഒരു പരിപാടി ചെയ്യേണ്ട. നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ ഇരുന്ന് കൊടുത്താൽ മതി. പക്ഷേ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് ലോഡ് എടുക്കുന്നത് കൊണ്ട് അവർ സെക്യൂർ ചെയ്ത് തരാറില്ല. അപ്പോൾ ഡ്രൈവർ ഉത്തരവാദിത്തമാണ് ലോഡ് സെക്യൂർ ആണെന്നുള്ളത് കാര്യം. അതിനിടയ്ക്ക് ലോഡിങ് ചെയ്യാൻ തന്ന പമ്പ് ട്രക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വീണ്, അവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ആയിരുന്നു, അത് വീണ് ഒന്നും പറ്റിയൊന്നുമില്ല. ഇതാണ് വെബിങ് സ്ട്രാപ്പ്. ഇത് വെച്ച് നമ്മുടെ ലോഡ് എപ്പോഴും സെക്യൂർ ചെയ്യേണ്ടത്. ഇന്നത്തെ ഡേ വെറുക്കാൻ കാരണം എൻ്റെ ട്രക്ക് മാറിയ ഐറ്റം വിഷമം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ റൂട്ട് കിട്ടിയത് ഞാൻ സന്തോഷിച്ചു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചലഞ്ചിങ് ആയിട്ടുള്ള റോഡ്സ് ഇട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഞാനിന്ന് 4 o'clock ആകുമ്പോൾ വീട്ടിലെത്തി. ഒന്ന് കളക്ഷൻ ഉള്ളത് കൊണ്ട് സുഖമായിരുന്നു. വേറെ ഇഷ്യൂസും കാര്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് സമാധാനമായി.